പഴം അടയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് 3 പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് 2 സൈഡും ചെത്തി കളഞ്ഞ് അതിന് ശേഷം പഴം കട്ട് ചെയ്ത് അതിൻ്റെ തൊലി പൊളിച്ച് മാറ്റുക. അതിനുശേഷം പഴം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിച്ച് ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് ശർക്കര പാനിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങ 1/2 കപ്പ് അവിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വിളയിച്ചെടുക്കുക. അതിന് ശേഷം പഴത്തിൻ്റെ തൊലിയിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി പഴം അരച്ച കൂട്ട് ചേർത്ത് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അവലും വിളയിച്ച് ചേർത്ത് കൊടുക്കുക. പഴത്തിന് തൊലി മടക്കി അതിന് മീതെ വീണ്ടും നമ്മൾ മാവ് തേച്ച് കൊടുക്കുക. രണ്ട് സൈഡിലും നന്നായിട്ട് മാവ് തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ എല്ലാത്തിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. രുചികരമായ പഴം അട റെഡിയായി.